എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബ്രൂണോയിൽ എങ്ങനെയാണ് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതിനുശേഷം കളക്ഷൻ്റെ അകത്ത് എങ്ങനെ API റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ബ്രൂണോയിൽ നമുക്ക് തീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിലവിലുള്ള തീം ലൈറ്റ് തീമാണ്. ഈ തീം ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ വേണ്ടി ഇവിടെയുള്ള ഈ ആരോ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പർട്ടിക്കുലർ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്വിച്ച് തീം എന്നൊരു വിൻഡോ വരും. അത് ഡാർക്ക് എന്ന റേഡിയോ ബട്ടണെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ തീം ഡാർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഫുൾ സ്ക്രീനിൽ വരാൻ വേണ്ടി വീണ്ടും ഞാൻ ഈ ആരോ ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇനി നമുക്ക് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ക്രിയേറ്റ് കളക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാൻ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുവാണ്. ക്രിയേറ്റ് കളക്ഷൻ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം കളക്ഷൻ ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ റിക്വസ്റ്റ് എന്ന വെബ്സൈറ്റിലെ API ഡീറ്റെയിൽസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് എന്ന പേര് കൊടുത്തു. അതിനുശേഷം ഫോൾഡർ നെയിമായിട്ട് API ടെസ്റ്റിംഗ് പേര് കൊടുക്കുന്നു. അതിനുശേഷം ലൊക്കേഷൻ എന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഞാൻ ബ്രൗസ് ഓപ്ഷൻ യൂസ് ചെയ്ത് എവിടെയാണോ ഈ കളക്ഷൻ സേവ് ചെയ്യേണ്ടത് അത് ഞാൻ ബ്രൗസ് ചെയ്ത് ലൊക്കേഷൻ കൊടുക്കാൻ പോവുകയാണ്. ബ്രൗസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ വിൻഡോസ് സിക്കകത്ത് ബ്രൂണോ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബ്രൂണോ എന്ന ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്തു. ഇനി ഈ റിക്വസ്റ്റ് എന്ന കളക്ഷൻസ് എന്ന സെക്ഷൻ്റെ അണ്ടറിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇനി ഈ ഒരു കളക്ഷൻ്റെ അകത്ത് API റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി 3 ഡോട്ട്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഹിറ്റ് ചെയ്യാൻ പോകുന്ന APIയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ഞാൻ ഹിറ്റ് ചെയ്യാൻ പോകുന്ന റിക്വസ്റ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ പോസ്റ്റ് എന്ന ക്രിയേറ്റ് API ആണ്. അപ്പോൾ അതിൻ്റെ എൻ പോയിന്റ് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ പോയിന്റ്. എൻ പോയിന്റ് URL എന്ന സെക്ഷനിൽ കൊടുത്തു. ഈ APIക്ക് നെയിമായിട്ട് ക്രിയേറ്റ് യൂസർ എന്നൊരു മീനിങ്ഫുൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം HTTP മെത്തേഡ് ഗെറ്റ് എന്ന് മാറ്റി ഞാൻ പോസ്റ്റ് ആക്കി. കാരണം ഈ API സപ്പോർട്ട് ചെയ്യുന്ന HTTP മെത്തേഡ് പോസ്റ്റ് ആണ്. ഇതൊരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന API ആണ്. ഞാൻ അതിനുശേഷം ഞാൻ ക്രിയേറ്റ് എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്തു. ഇനി റിക്വസ്റ്റ് എന്ന ഈ കളക്ഷൻ എക്സ്പാൻഡ് ചെയ്യുക. അതിനുശേഷം ആ കളക്ഷനകത്തുള്ള ക്രിയേറ്റ് യൂസ് എന്നുള്ള API റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതൊരു പോസ്റ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API ആണ്. അതുകൊണ്ട് തന്നെ പേലോഡ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെങ്കിൽ മാത്രമേ പുതിയൊരു ഡാറ്റ സെർവറിൽ ആഡായി വരുള്ളൂ. അതിനുവേണ്ടി ഞാൻ ബോഡി എന്ന ടാബ് സെലക്ട് ചെയ്തു. അതിനുശേഷം നോ ബോഡി എന്ന ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത ശേഷം റോ എന്ന സെക്ഷനിലെ JSON എന്ന വാല്യൂ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പേലോഡ് ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് ചെയ്ത ശേഷം Ctrl+S യൂസ് ചെയ്ത് റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യണം. സേവ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു ഓറഞ്ച് ഐക്കൺ കാണിക്കുന്നത്. സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓറഞ്ച് ഐക്കൺ റിമൂവ് ആയിക്കോളും. Ctrl+S. ഇനി നമുക്ക് ഈ API റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. API റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. റെസ്പോൺസ് വന്നിട്ടുണ്ട്. 201 ക്രിയേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് കോഡ് വന്നു. അതുപോലെ റെസ്പോൺസും വന്നിട്ടുണ്ട്. നമ്മൾ പാസ് ചെയ്ത പേലോഡ് ഡീറ്റെയിൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോ യൂസ് ചെയ്ത് കളക്ഷൻ ആഡ് ചെയ്ത ശേഷം കളക്ഷൻ്റെ അകത്തേക്ക് API റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.